കാസർഗോഡ് ജില്ലയെ പറ്റി തന്നെയാണ്. കേരളത്തിൽ ഏറ്റവും അവഗണന നേരിടുന്ന ഒരു ജില്ലയായിട്ടാണ് കാസർഗോഡ് ജില്ലയെ വിലയിരുത്തപ്പെടുന്നത്. അത്തരം വിമർശനങ്ങൾ എല്ലാ സമയത്തും ഉണ്ടാവാറുണ്ട്. കാരണം കാസർഗോഡിന്റെ ആരോഗ്യ മേഖല അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ, മറ്റു സർക്കാർ സംവിധാനങ്ങൾ കാസർഗോഡ് പ്രവർത്തിക്കുന്നതൊക്കെ അനുഭവം മുൻനിർത്തിയാണ് ഇത്തരം ഒരു വിമർശനം ഉന്നയിക്കാറ്. എന്നാൽ ഇപ്പോൾ കേരളത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു സംഭവം ഉണ്ടായി. അതെന്താണെന്ന് വെച്ചാൽ കാസർഗോഡിനെ പ്രത്യേകം പരിഗണിച്ച് ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം നടന്നു. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ 20 കിലോമീറ്റർ ചുറ്റളവിൽ പ്രവർത്തിക്കുന്ന 2 ടോൾ ബൂത്തുകൾ ഉള്ള ഒരു സ്ഥലമായിട്ട് കാസർഗോഡ് മാറിയെന്നതാണ്. നിലവിൽ നേരത്തെ ഉണ്ടായിരുന്ന കർണാടക ബോർഡറിലുള്ള തലപ്പാടിയിലെ ടോൾ ബൂത്ത്, അവിടെ ആളുകൾ ടോൾ നൽകുന്നുണ്ട്. ഇപ്പോൾ തൊട്ട് കുറച്ചും കൂടി ഇങ്ങോട്ട് വന്നാൽ 20 കിലോമീറ്റർ ചുറ്റളവിൽ അഥവാ കാസർഗോഡ് ജില്ലയിലെ കുമ്പളയിലും ടോൾ പിരിവ് തുടങ്ങി എന്നതാണ്. കഴിഞ്ഞ ദിവസമാണ് അവിടെയും ടോൾ പിരിവ് നാഷണൽ ഹൈവേ അതോറിറ്റി ആരംഭിച്ചത്. നേരത്തെ തന്നെ ഈ NH ബന്ധപ്പെട്ട വിഷയത്തിൽ, റോഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കുമ്പളയിൽ ടോൾ പിരിവ് വരാൻ പോകുന്നു എന്നുള്ളതും അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എന്നുള്ളതും 20 കിലോമീറ്റർ ചുറ്റളവിൽ രാജ്യത്ത് ഒരിടത്തും ഇത്തരം ഒരു സമ്പ്രദായം ഇല്ല എന്നുമുള്ള രീതിയിൽ വിമർശനം ഉണ്ടാവുകയും അതിനെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഭരണകൂടമോ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളോ അല്ലെങ്കിൽ ഇവിടെയുള്ള നിയമ സംവിധാനങ്ങളോ ഒന്നും മുഖവിലക്കെടുക്കാൻ തയ്യാറായിട്ടില്ല. അവർ അവരുടെ നടപടിയുമായിട്ട് മുമ്പോട്ട് പോയി. കഴിഞ്ഞ ദിവസം ആ ടോൾ പിരിവ് ആരംഭിച്ചു. എന്നാൽ ഇതിനെതിരെ MLA ആയ MKM അഷ്റഫിന്റെ നേതൃത്വത്തിൽ സമരങ്ങൾ നടന്നു. പക്ഷെ ആ സമരക്കാരൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇന്ന് അവിടെ പന്തൽ കെട്ടി പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ആക്ഷൻ കമ്മിറ്റിക്ക് കീഴിലാണ് പ്രതിഷേധങ്ങൾ നടക്കുന്നത് എന്ന് പറയുന്നു. എന്നാൽ MLA അദ്ദേഹത്തിന്റെ സ്വന്തം നേട്ടത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമര നാടകമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അതൊരിക്കലും ഒരു രീതിയിലും ഇതൊരു പ്രഹസനങ്ങളാണ് കാണിക്കുന്നത് എന്നുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട്. അത്തരത്തിലുള്ള വിമർശനങ്ങൾ മറ്റൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഏതായാലും 20 കിലോമീറ്റർ ചുറ്റളവിൽ അല്ലെങ്കിൽ 20 കിലോമീറ്ററിനുള്ളിൽ 2 പ്രാവശ്യം ടോൾ കൊടുത്തു പോവേണ്ട. ഇപ്പോൾ ഉദാഹരണത്തിന് കുമ്പളയിൽ നിന്നും ഒരാൾ അപ്പുറത്തേക്ക് പോകണമെങ്കിൽ കുമ്പളയിലെ ടോൾ അങ്ങോട്ട് പോകുമ്പോഴും കൊടുക്കണം, ഇങ്ങോട്ടേക്ക് കുമ്പളയിൽ നിന്നും തിരിച്ചു വരുമ്പോഴും കൊടുക്കേണ്ട അവസ്ഥയാണ് ഉള്ളത്. ഇത് വളരെ വലിയ ജീവിത ചെലവും അതുപോലെ തന്നെ വളരെ വലിയ ബുദ്ധിമുട്ടും പ്രയാസവുമാണ് ജനങ്ങൾക്ക് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ നിലവിലുള്ള അവസ്ഥയിൽ കാസർഗോഡിന്റെ ഒരു പരിതസ്ഥിതിയിൽ പറയുമ്പോൾ കൃത്യമായിട്ട് ഇതൊന്നും ഒരു വിഷയമല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെ വേണമെങ്കിലും ടോൾ തുടങ്ങാം, എത്ര വേണമെങ്കിലും ടോൾ പിരിക്കാം, എത്ര കാലം വേണമെങ്കിലും ടോൾ പിരിക്കാം, ആർക്കും ഒരു പ്രശ്നവുമല്ല. ഇവിടെ കേന്ദ്രത്തിൽ ഭരണത്തിലുണ്ടായിരിക്കുന്ന BJPക്ക് ഇതിൽ ഒരു പ്രശ്നവുമില്ല. കാരണം ഈ സമരങ്ങളിലൊന്നും BJP ഇല്ല, അവർക്ക് പ്രശ്നമേ അല്ല ഈ 2 ടോൾ കൊടുക്കുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റി പറയുന്നത് മറ്റു ചില കാര്യങ്ങളാണ്, അത് താൽക്കാലികമാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്, അതൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ്. ഏതായാലും നേരത്തെ ഈ ഡീസൽ പെട്രോൾ വിലവർധനവൊക്കെ ഉണ്ടായിരിക്കുന്നത് നാട്ടില് ഇതുപോലെയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നതാണ് ഈ കേന്ദ്ര സർക്കാരിനെ പിന്തുണക്കുന്ന BJPക്കാരുടെ സ്വാഭാവികമായിട്ടുള്ള അവകാശവാദം എന്നുള്ളത്. ഇപ്പോഴ് ഈ റോഡ് ഉണ്ടാക്കാനും ആ റോഡ് ഉണ്ടാക്കിയതിനും ജനങ്ങൾ അവരുടെ കയ്യിൽ നിന്നും പണം കൊടുക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. എന്നാൽ ഇവിടെ ജനപ്രതിനിധികൾ എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യമാണ് അവിടെ പ്രസക്തമാവുന്നത്. കേരള സർക്കാർ എന്ത് ചെയ്യുന്നു? നിലവിൽ അവിടെയുള്ള ജനപ്രതിനിധികൾ എന്ത് ചെയ്യുന്നു? ഈ ടോൾ പ്രശ്നം ആദ്യം ഉയർത്തിക്കൊണ്ടുവരുന്നത് മുതൽ ഇതൊരു പ്രശ്നമാണ് എന്നും ഇത് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ് എന്നുള്ളതും അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും തങ്ങൾക്ക് പിന്നിൽ അണിനിരത്തിക്കൊണ്ട് ഒരു ശക്തമായിട്ടുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് ഇവർ നേതൃത്വം നൽകിയിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അവസാനം ഈ ടോൾ പിരിവ് തുടങ്ങുന്ന സമയത്ത് മാത്രമാണ് ഇതിന് വിപരീതമായ ഒരു കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. സ്ഥലം MP ആണെങ്കിൽ ഈ വിഷയത്തിൽ ഒരു രീതിയിലും ഇടപെട്ടിട്ടില്ല എന്നൊരു വലിയ വിമർശനമാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കേന്ദ്രവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ പോകുന്ന കേന്ദ്രമന്ത്രിമാരുമായി ബന്ധമുള്ള അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ഈ പദ്ധതികളുമായിട്ട് സഹകരിച്ചു പോരുന്ന കാസർഗോഡിന്റെ MP ആയ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന വ്യക്തി അല്ലെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന കാസർഗോഡിന്റെ MP കുമ്പളയിലെ ജനങ്ങളോടും കാസർഗോഡിലെ ജനങ്ങളോടും ഒരു രീതിയിലും അദ്ദേഹത്തിന്റെ ജനപ്രതിനിധി എന്ന ഉത്തരവാദിത്വം കാണിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ചും 20 കിലോമീറ്റർ ചുറ്റളവിൽ 2 പ്രാവശ്യം ടോൾ കൊടുത്തു പോകേണ്ട ഇന്ത്യ രാജ്യത്തെ ഏക ജനസമൂഹം ജീവിക്കുന്ന ഒരു ജില്ലയായി ഈ കാസർഗോഡ് ജില്ലയിലും അതുപോലെ തന്നെ മഞ്ചേശ്വരം മണ്ഡലത്തിലെയും ജനങ്ങൾ മാറിയിരിക്കുകയാണ്.
പ്രത്യേകിച്ചും അവിടെ ഇപ്പോൾ ഒരു സമരം നടക്കുന്നുണ്ട്. സ്ഥലം MLA ആണ് നടക്കുന്നത്. MP ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ സമരങ്ങൾക്കൊക്കെ റിസൾട്ട് ഉണ്ടാകുമോ എന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. കാരണം ഇവിടെ ടോൾ പ്രശ്നം എന്നുള്ളത് ആദ്യം തന്നെ നിലനിൽക്കുന്നതാണ്. ഒന്നാമത്തെ ദിവസം തന്നെ ഇത് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ടോൾ തുടങ്ങാൻ പോകുന്നു, ഇവിടെ ടോൾ ബൂത്ത് വരാൻ പോകുന്നു, ഇത് നിയമവിരുദ്ധമാണ് എന്നുള്ളതാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾക്ക് പോലും അത് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ളതും, അവിടെ നിയമ നടപടി സ്വീകരിച്ച ആളുകൾക്ക് അത്തരം റിസൾട്ടുകൾ ബന്ധപ്പെട്ട നിയമ പ്രക്രിയയിൽ കിട്ടുന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. എങ്കിൽ എന്തുകൊണ്ട് ഇവിടെ ജനകീയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നില്ല, സമരങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുള്ള ചോദ്യമാണ് വളരെ പ്രസക്തമായിട്ടുള്ളത്. നേരത്തെ തന്നെ ഇതിന്റെ ഒരു ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഒരു കാര്യം തുടങ്ങുന്ന സമയത്ത് തന്നെ ജനങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടാവുന്നതാണെന്നും ഇത് പ്രയാസം സൃഷ്ടിക്കുന്നതാണെന്നും ഇത് അധിക ഭാരം ഉണ്ടാക്കുന്നതാണെന്നും ഇന്ത്യ രാജ്യത്തെ ഒരിടത്തും ഇല്ലാത്ത കാര്യങ്ങളാണ് കാസർഗോഡ് ജില്ലയിലെ ഈ പ്രദേശത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതും നിരന്തരമായിട്ട് കാസർഗോഡ് ജില്ലയെ മറ്റൊരു മേഖലയിൽ അവഗണിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ മെഡിക്കൽ കോളേജിലായാലും മറ്റു ആരോഗ്യ സംവിധാനങ്ങളായാലും എല്ലാ രീതിയിലും പിന്നോക്കവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരം ഒരു പദ്ധതികൾ കൊണ്ടുവരുന്നത്. ഇതിൽ സർക്കാർ തലത്തിൽ ഇടപെടുന്നില്ല എന്ന് മാത്രമല്ല, അവിടെയുള്ള ജനപ്രതിനിധികളും ഈ ഒരു വിഷയം ഗൗരവമായി എടുത്ത് ഇതിനെ പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ആ ജനപ്രതിനിധികളുടെ മേൽ നമ്മൾക്ക് ആരോപിക്കാവുന്ന കുറ്റങ്ങളിൽ ഉൾപ്പെട്ടതാണ്. കാസർഗോഡ് ജില്ലയിലെ MP-യെ ഇത്തരം ഒരു അധിക ബാധ്യത ജനങ്ങൾക്ക് വെച്ചു കൊടുത്തുകൊണ്ട് ഇവിടെ ഒരു ഭരണകൂടം ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ അതിനെതിരെ ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അവിടെ ജനങ്ങളുടെ കൂടെ നിൽക്കാൻ തയ്യാറായിട്ടില്ല. ഈ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്രത്തിലും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാര സ്ഥാപനങ്ങളിലും സംസാരിക്കേണ്ട, അവിടെ ഇടപെടേണ്ട, അവിടെ സമ്മർദ്ദം സൃഷ്ടിക്കേണ്ട ഒരു വ്യക്തി എന്നുള്ള നിലക്ക് അദ്ദേഹം അതിൽ പൂർണ്ണമായിട്ടും പരാജിതനാണ് എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ ഈ കുമ്പളയിലെ ടോളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള യാഥാർത്ഥ്യങ്ങൾ പറയാൻ നിലവിലുള്ള കാസർഗോഡ് ജില്ലയിലെ ജനപ്രതിനിധികൾ തയ്യാറാവണമെന്നാണ്. സമര ആഭാസങ്ങൾക്കപ്പുറം അല്ലെങ്കിൽ സമര നാടകങ്ങൾക്കപ്പുറം ഈ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറഞ്ഞുകൊണ്ട് എന്താണ് സംഭവിച്ചത് എന്നും ഈ വിഷയത്തിൽ ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്നും കൃത്യമായിട്ട് ജനങ്ങളോട് പറയാൻ തയ്യാറാവണം. ഇത് ആരുടെ പ്രശ്നമാണ്, ഇത് എന്താണ് പ്രശ്നം, ഇതിന് പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ ജനങ്ങൾ ഒന്നാകെ ഞങ്ങളോട് കൂടെ സമരത്തിന് ഇറങ്ങണമെങ്കിൽ ആ ജനങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് ആ ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും കാസർഗോഡ് ജില്ലയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അത്തരം ഒരു പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനുള്ള തൻ്റെ ഇടവും ആർജവും ഈ ഭരണപക്ഷത്തുള്ളവരായാലും അല്ലെങ്കിൽ ഈ ജനപ്രതിനിധികളായും കാണിക്കണമെന്ന് തന്നെയാണ് ആത്യന്തികമായിട്ട് ഈ വിഷയത്തെ പറ്റി പറയുമ്പോൾ പറയാനുള്ളത്.